വീണ്ടും സ്വാഗതം. ഈ php.ini എറർ എന്നതിൽ സെൻഡ് മെയിൽ ഫ്രം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ആരൊക്കെയാണ് ഇമെയിൽ അയച്ചത് എന്ന് ഞങ്ങൾ നിർണയിച്ചിട്ടില്ല. ഇമെയിൽ അയക്കുവാൻ ഞങ്ങൾ ഇത് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഫ്രം പാരാമീറ്റർ പോലെ ഉപയോഗിക്കില്ല. സ്പെസിഫിക് ഹെഡേഴ്സ് അയക്കണം. ഇവിടെ നമ്മൾ me@me.com എന്നതുപോലെ അല്ലാത്ത ഹെഡേഴ്സ് വേരിയബിൾ സൃഷ്ടിക്കുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മെയിൽ ഹെഡർ എന്നതും ഫ്രം ഒരു കോളൻ, സെമിക്കോളൻ കൂടാതെ PHP Academy എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ നിങ്ങൾ admin@phpacademy പോലെ എന്തെങ്കിലും പറയുകയും .com ചേർക്കുകയും ചെയ്യാം. ഞാൻ യഥാർത്ഥത്തിൽ ഡൊമെയ്ൻ നെയിം ഇല്ല, പക്ഷേ നമുക്ക് അത് സൂക്ഷിക്കണം. അതുകൊണ്ട് from admin@php.com. ഇപ്പോൾ നമ്മുടെ മെയിലിൽ ഉള്ളത് ഹെഡേഴ്സ് എന്ന മറ്റൊരു പാരാമീറ്റർ കൂടി ചേർക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ വരുന്നു, അലക്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ this is a test. Send me this എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ മറ്റൊരു എറർ നേരിട്ടു. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഒരു മെയിൽ സെർവർ പ്രവർത്തിപ്പിക്കുന്നില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു മെയിൽ സെർവർ പ്രവർത്തിപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സൗജന്യ മെയിൽ സെർവറിന് വേണ്ടി ഗൂഗിൾ നമ്മൾ ചെയ്യുന്നു. ലോക്കൽ ഹോസ്റ്റിൽ ചെയ്തതുപോലെ ഒരു കമ്പ്യൂട്ടറിൽ മെയിൽ സെർവർ ഇൻസ്റ്റാൾ ചെയ്യും. അതിനാൽ ലോക്കൽ ഹോസ്റ്റ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന SMTP മെയിൽ സെർവർ ഉണ്ടാകും. ഇപ്പോൾ എനിക്ക് ഒരു മെയിൽ സെർവർ ഉണ്ട്. എൻ്റെ യൂണിവേഴ്സിറ്റി ഇമെയിൽ സിസ്റ്റത്തിൽ DNS അല്ലെങ്കിൽ ഡൊമെയ്ൻ നെയിം സെർവർ ആയ എൻ്റെ യൂണിവേഴ്സിറ്റി ഇമെയിൽ സിസ്റ്റം ഉപയോഗിക്കും. എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഇമെയിൽ അയക്കുന്ന രീതിയാണ് ഇത്. നിങ്ങൾക്ക് ഒരു പ്രത്യേക DNS സെർവർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകം ഒരു ഡൊമെയ്ൻ നെയിം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടെത്താം. അതിലൂടെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയക്കാം. എൻ്റെ യൂണിവേഴ്സിറ്റി ഇമെയിൽ DNS സെർവർ ആണ് mailhost.shef.ac.uk. കാരണം ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയാണ് അത്. അതിനാൽ എൻ്റെ php.ini എന്നതിലേക്ക് കൂട്ടിച്ചേർക്കണം. ഇവിടെ ചെയ്യുവാനുള്ള മികച്ച മാർഗം ഇവിടെ വന്ന് നമ്മുടെ വേരിയബിൾ സജ്ജമാക്കുക എന്നതാണ്. ശരി, നമുക്കിത് to ചെയ്യാം. SMTP എന്നതിനെ php.ini എന്ന് സെറ്റ് ചെയ്യാം. കൂടാതെ php.ini എന്ന ഫയൽ തുറക്കുന്നതിനു പകരം ഞാൻ ini set ഫംഗ്ഷൻ ഉപയോഗിക്കും. വേരിയബിൾ നെയിം SMTP ആണ്. അതിനാൽ ഞങ്ങൾ ഈ വരി നമ്മുടെ php.ini ഫയലിനുള്ളിൽ എഡിറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ മെയിൽ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് എച്ചോ get ini എന്ന് പറയുന്നു. അത് ഒരു സ്പെസിഫിക് വാല്യൂ ലഭിക്കുന്നു. അടുത്തതായി SMTP എന്ന് പറയും. അവിടെ ഒരു സ്ക്രിപ്റ്റ് കിൽ ചെയ്യും. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനാൽ ഞാൻ അലക്സ് തുടർന്ന് ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ send me this എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓ ക്ഷമിക്കണം, ഞാൻ ഇത് തികച്ചും തെറ്റായി ടൈപ്പ് ചെയ്തു. ഒരു വലിയ തെറ്റ്. അത് ini get ആണ്. റീഫ്രഷ് ചെയ്യാം. ശരി, നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ SMTP നമ്മുടെ ini ഫയലിൽ mailhost.shef.ac.uk എന്നാക്കി മാറ്റി. വാല്യൂവിനെ എച്ചോ ചെയ്യും. അപ്പോൾ അത് എന്നെ അറിയിക്കുന്നു അത് mailhost.shef.ac.uk എന്നാക്കി മാറ്റുന്നു. മെയിൽ ഹോസ്റ്റ് സെർവർ അല്ലെങ്കിൽ DNS സെർവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കോഡ് പ്രവർത്തിക്കും. ഞങ്ങളുടെ മെയിൽ അയച്ചിട്ട് പേജ് കിൽ ചെയ്യുക. ഇല്ല, ഞാൻ കിൽ ചെയ്യുന്നു. നമുക്ക് തിരിച്ചു പോയി അലക്സ് this is a test എന്ന് പറയാം. എല്ലാം ശരിയാണ്. പരിശോധിക്കുക. നമുക്ക് $subject headers from admin@phpacademy.com എന്ന് പറയും. നമ്മുടെ ബോഡി ഇവിടെയും മെയിൽ ഫംഗ്ഷൻ നടപ്പിലാക്കുന്നു. അതിനാൽ send me this ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കുന്നില്ല.
എറർസ് കിട്ടിയില്ല, അതിനാൽ എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ഞാൻ എന്റെ ഹോട്ട്മെയിൽ അല്ലെങ്കിൽ ഇമെയിലിൽ വരികയും എന്റെ ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്ത് admin@phpacademy.com എന്നതിൽ നിന്നും ഞങ്ങൾക്ക് ഇപ്പോൾ മെയിൽ ലഭിച്ചുവെന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സജ്ജമാക്കിയ ഇമെയിൽ ഫ്രം PHP Academy സബ്ജക്റ്റ് ലൈനായി ഉണ്ട്. ഞാൻ കൊടുത്തിട്ടുള്ള ഇമെയിൽ വിലാസമുണ്ട്. ഇത് നിങ്ങൾക്ക് അലക്സ് എന്നതിൽ നിന്ന് PHP Academy എന്നതിൽ നിന്നോ ആയിരിക്കും. This is an email from Alex ഉണ്ട്. ഇവിടെ നമ്മൾ ഫോം എന്നതിൽ കൊടുത്തിട്ടുള്ള പേര്. പിന്നെ നമുക്ക് രണ്ട് ലൈൻ ബ്രേക്കുകൾ ഉണ്ട്, 1, 2 എന്നിവ. ഞാൻ അവിടെ വച്ചിരിക്കുന്ന ടെക്സ്റ്റ് This is a test. അത് എന്റെ യൂണിവേഴ്സിറ്റി DNS മെയിൽ സെർവർ ഉപയോഗിച്ച ഒരു മെയിൽ ആണ്. ഞങ്ങളുടെ INSP ഒരു DNS മെയിൽ സെർവർ ഉണ്ടായിരിക്കും. ഇത് എനിക്ക് ഉടൻ തന്നെ ട്യൂട്ടോറിയൽ പൂർത്തീകരിക്കാനുള്ള അനുമതി വേണം. അതിനാൽ ഈ ട്യൂട്ടോറിയൽ കാണാൻ നിങ്ങൾ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്നെ ഒരു ഇമെയിൽ ഇടുകയോ അല്ലെങ്കിൽ എന്റെ യൂട്യൂബിലൂടെ എന്നെ ബന്ധപ്പെടുകയോ ചെയ്യുക. ശരി, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകം സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചെയ്യുക. ശരി, കണ്ടതിന് നന്ദി. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനായി ഡബ്ബിംഗ് ചെയ്തത് വിജി നായർ. നന്ദി.